സമസ്തയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് വിരോധമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അതിഥികൾ വരുമ്പോൾ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പ്രഭാഷകന്മാർ വരുമ്പോൾ സമസ്തയുടെ അരമനകളിൽ നടക്കുന്ന ചർച്ചകളുടെ കാരണം എന്താണ് എന്ന് ഞങ്ങൾക്കറിയും. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ ഏറ്റവും അധികം കേരളത്തിൽ ദുർബലപ്പെടുക സമസ്തയാണ്. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. ആ സമസ്തയെ പോലെയുള്ള ഒരു സംഘടനയുടെ ചട്ടിയിൽ മാത്രമേ ഞങ്ങൾ കിടക്കുകയുള്ളൂ എന്ന്, ആ ചട്ടിയിൽ നിന്ന് അവരുപയോഗിക്കുന്ന ചട്ടം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവിടെ നിന്ന് ഞങ്ങളൊന്ന് മറിഞ്ഞു വീഴുകയുള്ളൂ എന്നൊരു തീരുമാനം ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിക്കൂടാ എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമസ്ത എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം, സമസ്ത ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം, സമസ്ത എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തോട് ശത്രുത കാണിക്കുന്നത് എന്നും ഞങ്ങൾക്കറിയാം. മുസ്ലിം ലീഗിനെ പോലെയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദുർബലപ്പെടുമ്പോൾ സമസ്തക്ക് വേദനിക്കില്ല. ലീഗ് ഉണ്ടായതിൽ, മുസ്ലിം ലീഗ് വളർന്നതിൽ, മുസ്ലിം ലീഗ് പുരോഗതി പ്രാപിച്ചതിൽ, മുസ്ലിം ലീഗ് വളർന്ന് പടർന്ന് പന്തലിച്ചതിൽ നിങ്ങൾക്കറിയുമോ? രണ്ടമ്മമാർ വന്ന് രാജാവിനോട് ഒരു കുട്ടിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോ രാജാവ് പറഞ്ഞ അമ്മയെ കിട്ടാൻ തിരിച്ചറിയാൻ വേണ്ടി രാജാവ് പ്രയോഗിച്ചൊരു യുക്തിയുണ്ട്. ഈ കുഞ്ഞിനെ രണ്ടാക്കി മുറിച്ച് രണ്ടമ്മമാർക്ക് വീതം നൽകാമെന്ന്. ഒരമ്മ അതിന് സമ്മതിച്ചു. മറ്റൊരമ്മ അവളുടെ കൂടെ പോയാലും ആ കുഞ്ഞിനെ രണ്ടായി മുറിക്കരുതേ എന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. രണ്ട് കഷ്ണമാക്കിയിട്ടാണെങ്കിലും എനിക്കൊരു കഷ്ണം വേണം എന്ന് തീരുമാനിച്ച അമ്മയുടെ സ്ഥാനത്താണ് സമസ്ത എന്ന് പറയാനാണ്, ഓർമ്മപ്പെടുത്താനാണ് വളരെ ഗൗരവത്തോടു കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുന്നത്.